ഹായ്, നാളെ വലിയ പെരുന്നാളാണ്. ഒരു കാര്യം പറയാം. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. വലിയ വൈറലാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിന് താഴെ കമന്റ് ഇടുന്നത് ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർക്കുമെന്നാണ് ചിലർ പറയുന്നത്. എന്താണ് ഈ പെൺകുട്ടി ഇട്ട വീഡിയോ? അതായത് ബംഗാൾ സർക്കാർ പശു അറുക്കരുത് പെരുന്നാളിന് പശു അറുക്കരുത്, പോത്തറുക്കരുത് എന്ന് ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പ്രതികരിച്ചത്. അതിനാണ് പറയുന്നത് പെൺകുട്ടിയെ എന്നേക്കുമായിട്ട് തീർക്കുമെന്ന്. ആ പെൺകുട്ടി പറയുന്നത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ബംഗാൾ സർക്കാരിനോട് ഒരു കാര്യം പറയുകയാണ്. എടാ, നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കടാ. നീ മനുഷ്യനാണോ ബംഗാൾ സർക്കാരെ? എടാ, അതായത് ഈ വൃത്തികെട്ടവന്, അവിടുത്തെ മുഖ്യമന്ത്രിയായ ഈ വൃത്തികെട്ടവന് അധികാരം ഏറ്റെടുത്തിട്ട് ഏകദേശം 1 മാസമായി. അതിനുള്ളിൽ ഇവൻ അവിടെ പ്രഖ്യാപിച്ചത്, അതായത് അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കരുത്, പള്ളിയുടെ പുറത്ത് നിസ്കരിക്കരുത്. അതിനുശേഷം മുസ്ലിമീങ്ങളും ഈ പറയുന്ന ക്രിസ്ത്യാനികളെയും ആക്രമിച്ചിട്ടാണ് ഇവന്റെ പ്രഖ്യാപനം. ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, അതൊന്നും ഇവൻ ചർച്ച ചെയ്യുന്നില്ല. ഇവൻ ജാതി, മതം, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യന്, പള്ളി, അമ്പലം എന്ന് പറഞ്ഞു നടക്കുകയാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്തുക്കളെ എന്തിനാണ് നമ്മൾ ജയിപ്പിക്കുന്നത്? വർഗീയത വായി തുറന്നാൽ വിഷം കാറുക. ഇപ്പൊ പറയുകയാണ് അവന് പെരുന്നാളിന് പശു അറുക്കരുത് എന്ന്. എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയും. അതിനുശേഷം ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബംഗാളിൽ നിന്നും വളരെ വിചിത്രമായൊരു വാർത്തയാണ് ദി ക്യുൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. പശു സംരക്ഷകരായി മാറിയ മുസ്ലിങ്ങൾ ഹിന്ദു കച്ചവടക്കാർ പശു കശാപ്പിനായി ബഹളം കൂട്ടുന്നു. ഈ വാർത്ത ആദ്യം കണ്ടപ്പോ ഞാൻ ശരിക്കും ഒന്നുകൂടെ നോക്കിയേ, വായിച്ചപ്പോ എനിക്ക് തെറ്റിപ്പോയതാണോ? അല്ല, ഇത് ശരിക്കും ഇങ്ങനെ തന്നെ. അതിനിടെ ഉത്തർപ്രദേശിൽ നിന്ന് അതിലും വിചിത്രമായൊരു വാർത്ത ഞാൻ കണ്ടു. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. അവര് പറയുന്നത് പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലകൾ, അക്രമങ്ങൾ ഇതൊക്കെ അവസാനിക്കാൻ, പശുവിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ തടയാൻ ഇതാണ് ഒരേ ഒരു വഴി എന്ന്. मैं मुतालबा करता हूं, गाय से मजहब हिंदू का जुड़ा हुआ है, तुम उसको नेशनल जानवर बनाओ. ബംഗാളിൽ നിന്ന് വരുന്ന കഥകൾ ശരിക്കും കേൾക്കേണ്ട കഥകളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പോയി, സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നു. ഉടനെ കന്നുകാലി കശാപ്പ് നിരോധന നിയമം കർശനമാക്കി. നമുക്കൊക്കെ അറിയാം, എല്ലാ നാട്ടിലും കൂടുതലും പശുക്കളെ വളർത്തുന്നത് ഹിന്ദുക്കളാണ്, ഇറച്ചി വെട്ട് കശാപ്പൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളുമാണ്. ഈ പുതിയ നിയമം അനുസരിച്ച് എങ്ങനെ കശാപ്പ് ചെയ്താലും ഈ കശാപ്പ് നടന്ന മുസ്ലിങ്ങൾ ജയിലിലാകുന്ന അവസ്ഥ. അത് പേടിച്ച് അവർ ഈ പണി തന്നെ അങ്ങ് നിർത്തി. അതോടെ വയസ്സായ പശുക്കളും കറവ പറ്റിയ പശുക്കളൊക്കെ നാട് നിറഞ്ഞു. ഹിന്ദു കച്ചവടക്കാർ കുടുങ്ങി. കശാപ്പുകാരായ മുസ്ലിങ്ങളെ മുഴുവൻ ജയിലിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗാളിലെ കാര്യങ്ങൾ. കണ്ടോ, ഹിന്ദു കന്നുകാലി കച്ചവടക്കാരെ മുസ്ലിങ്ങൾ തിരിച്ചയക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവിധ വീഡിയോകളിൽ ഹിന്ദുക്കൾ BJPക്കെതിരെ സംസാരിക്കുന്നതാണ്. കാരണം ബക്രീദിന് ആടിനെ അറുത്താൽ മതി എന്നൊക്കെയാണ് BJPയുടെ പ്രചാരണം. അത് ഓക്കെ എന്ന് പറയുന്നു മുസ്ലിങ്ങൾ. 5 লাখ টাকা লোন নেওয়া, সব মহিলারা এসছে আমার বাড়িতে, এসে বলছে লোন শোধ করো। আমি কি করে করবো? চলো আমার বাড়িতে, কি অবস্থা। ഈദ് ആവശ്യങ്ങൾക്കായി ധാരാളം മൃഗങ്ങളെ ഹിന്ദുക്കൾ വളർത്തിയിരുന്നു. അതിനെയൊന്നും ഇപ്പൊ വിൽക്കാൻ പറ്റുന്നില്ല. അതിനോട് മുസ്ലിങ്ങൾ പ്രതികരിക്കുന്ന രീതി വൻ രസകരമാണ്. তোমাদের মাথা জেগালে তোমরা ঘরে নিয়ে পুজো করো, বেকার এই মাঠে আনো, মাঠে আনলি আরো আমাদের যে মোল্লা ভাই কিনবে. അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ നിങ്ങൾ അമ്മേനെ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നു, ഇത്ര തിടുക്കം കൊണ്ടുപോയി വളർത്ത്, നന്നായി വളർത്ത് എന്നാ പറയുന്ന വീഡിയോകൾ നോക്കൂ. আমাদের আর ঘুম নেই, রাত্রে ঘুম নেই, চিন্তায় মাথা খারাপ হয়ে যাচ্ছে। আমরা কি করব? কিছুই করার উপায় নেই. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ 1950-ലെ കന്നുകാലി കശാപ്പ് നിയമം കർശനമായി നടപ്പാക്കുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. അതിലെ നിബന്ധനകൾ വിചിത്രമാണ്. 1, 14 വയസ്സ് പൂർത്തിയാവുകയോ തീരെ വയ്യാതാവുകയോ ചെയ്ത മൃഗങ്ങളെ മാത്രമേ അറക്കാൻ പാടുള്ളൂ. അല്ല ചെങ്ങായിമാരെ, ആരാണ് ഈ കൃത്യമായിട്ട് ഇതോ കണക്കാക്കുക? ഈ മൃഗങ്ങൾക്ക് എവിടുന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ല, അത് ആശുപത്രിയിൽ എങ്ങാൻ പ്രസവിക്കുന്നതാണോ? 2, ഗവൺമെന്റ് അപ്രൂവ്ഡ് കശാപ്പ് ശാലയിൽ മാത്രമേ അറവ് നടത്താൻ പാടൂ. 3, പരസ്യമായി പൊതുയിടങ്ങൾ, ചന്ത, വീട്, അവിടെ ഒന്നും അറവ് നടത്താനേ പറ്റില്ല. 4, കശാപ്പ് ചെയ്യുന്നതിന് മുമ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം ഈ അറക്കാൻ കൊണ്ടുപോകുന്നവര്. 5, എന്തെങ്കിലും ഒരു പിഴവ് പറ്റി ഇതിലൊക്കെ 6 മാസം തടവ്, 1000 രൂപ പിഴ.
ഈ നിലയിൽ വന്ന് ഉടനെ സംഘികൾ ഇറങ്ങി കന്നുകാലികളെ കൊണ്ടുപോകുന്ന ട്രക്കൊക്കെ തടഞ്ഞു. ഈ നിയമം വന്ന ഉടനെ കന്നുകാലികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ കലാപമായി. ഈ വണ്ടി തടയുന്നതിൽ രേഖാപത്രയെ പോലുള്ള MLA മാർ വരെ ഉണ്ടായിരുന്നു. സംഭവം മുസ്ലിങ്ങളെ മുഴുവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് മനസ്സിലായതോടെ മുസ്ലിങ്ങൾ ഈ ഈദിന് കശാപ്പ് തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു. അതോടെ പശുക്കളെ വളർത്തുന്ന ഹിന്ദു കച്ചവടക്കാർ വെട്ടിലായി. ബീഫ് കഴിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിലും ഇവയെ മുഴുവൻ വളർത്തി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ഹിന്ദുക്കളാണ്. ഘോഷ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് പ്രധാനമായിട്ട് ഈ കാലികളെ വളർത്തുന്നത്. ഇവരിൽ മിക്കവാറും എല്ലാവരും BJP RSS ബന്ധമുള്ളവരും സപ്പോർട്ടേഴ്സും വോട്ട് ചെയ്തവരുമാണ്. BJP ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഇപ്പൊ കൃഷിക്കൊന്നും കന്നുകാലികളെ ആരും ഉപയോഗിക്കുന്നില്ല. പാലിനും കറവ് പറ്റുമ്പോ പിന്നെ അറക്കാൻ കൊടുക്കാനുമാണ് കന്നുകാലികളെ വളർത്തുന്നത്. കറവ് പറ്റിയ പശുക്കൾ നാട്ടിൽ നിറഞ്ഞു കഴിഞ്ഞു. വയസ്സായ പശുക്കളെ വളർത്താനുള്ള സാമ്പത്തിക ശേഷി ഈ മനുഷ്യർക്ക് ഇല്ല. ലെതർ ഇൻഡസ്ട്രി അത് ബാധിച്ചു കഴിഞ്ഞു. കയറ്റുമതിയെ ബാധിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ സാമ്പത്തിക അവസ്ഥ താളം തെറ്റി. ഇപ്പോ ബംഗാളിലെ ഹിന്ദുക്കൾ BJP സർക്കാരിനെതിരെ പ്രതിഷേധ സമരം നടത്തുകയാണ്. കേട്ടല്ലോ നിങ്ങൾ. ഞാന് ശശികലയോടും BJPയുടെ ബംഗാളിന്റെ മുഖ്യമന്ത്രിയോടും നമ്മുടെ കേരളത്തിൽ BJPയെ സ്നേഹിക്കുന്നവരുടെ ഒരു കാര്യം പറയുകയാണ്. എടാ പൊന്നുമോനെ, നീ ഇന്ന് കഴിച്ച ചിക്കന്, നീ ഇന്ന് കഴിച്ച മീന്, അതിന് ജീവനില്ല. അത് റെഡിമെയ്ഡ് ആസാരുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാരുണ്ടാക്കുന്നതാണോ? എടാ നിങ്ങൾക്കൊക്കെ ബോധമില്ലടാ. ഇപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്തൊന്നും ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അത് ഇവിടെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, വിദേശത്തേക്ക് അയക്കാം. ഞാനൊരു കാര്യം പറയാം, അതായത് പൊന്നു മനുഷ്യന്മാരെ, ഞാനൊരു കാര്യം പറയാം. ബീഫും ഈ പറയുന്ന മട്ടനും ഈ ചിക്കന്, മട്ടന്, എഗ്ഗ് ഇതൊക്കെ കൂടുതലായി കഴിക്കുന്നത് മുസ്ലിം സമൂഹമാണ്. ഓക്കെ, അതായത് ഹൈന്ദവർ അങ്ങനെ കഴിക്കുന്നില്ല എന്നല്ല, കൂടുതൽ കഴിക്കുന്നത് മുസ്ലിം സമൂഹം. നിങ്ങൾക്ക് കണക്കെടുത്താൽ അറിയാം, ഇറച്ചിയൊക്കെ കൂടുതലായി കൊണ്ടുപോകുന്നത് മുസ്ലിം സമൂഹമാണ്. അപ്പോൾ ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷകർ ഇത് വളർത്തുന്നത് ഹൈന്ദവരായി. പെൺകുട്ടി പറഞ്ഞത് ശരിയാണ്, ഹൈന്ദവരാണ് കൂടുതലായിട്ടും വളർത്തുന്നത്. അവരാണ് പട്ടിണിയാവുന്നത്. BJP സർക്കാരിന് എന്തത് പ്രഖ്യാപിച്ചിട്ട് മിണ്ടാപ്പുറാണിയെ പോലെ മിണ്ടാതിരിക്കാൻ, ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട്. അപ്പൊ പശു കഴിക്കുന്ന, ബീഫ് കഴിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അത് നമ്മൾ ഒരു കാര്യം പറയാം, പണ്ട് 150 വർഷം 200 വർഷം നമ്മൾ പിന്നിൽ ചിന്തിച്ചാല് വലിയ വലിയ ആൾക്കാർ, അന്നത്തെ ജനങ്ങള് കാടിലൂടെ വേട്ടയാടി ഏത് മൃഗം കിട്ടുന്നു അതിനെ ചുട്ടല്ലേ തിന്നുന്നത്. അപ്പോൾ അത് പശുവാണോ അല്ലെങ്കിൽ പന്നിയാണോ അല്ലെങ്കിൽ വേറെയാണോ, അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പന്നി ഇറച്ചിയാണ്. അപ്പൊ നമ്മൾ അത് കഴിക്കണ്ട എന്ന് പറയുന്നത് തെറ്റില്ലേ? അവർ കഴിക്കണ്ട എന്ന് പറയുന്നത് തെറ്റില്ലേ? അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ. പന്നി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. അപ്പോൾ ഇത് വിഷയത്തിലേക്ക് വരുന്നതാണ്. അതായത് ഒരു കാര്യം പറയാം എൻ്റെ പൊന്ന് BJPക്കാരാ, ഭക്ഷണത്തിലുള്ള വർഗീയത കൊണ്ടുവരുന്നത്. ഒരൊറ്റ കാര്യം പറയാം എൻ്റെ പൊന്നു ശശികല, അതായത് ഈ ലോകത്ത് നമ്മൾ കൂടുതലായി ജീവിച്ചു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, ഒരു 60 വയസ്സോ 80 വയസ്സോ അതിൻ്റെ ഇടയിൽ നമ്മൾ മരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? അതിൻ്റെ ഇടയിൽ എന്തിനാണ് മുസൽമാൻ, ക്രിസ്ത്യൻ, ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നത്? നമ്മളൊക്കെ ഒന്നല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ രീതിക്ക് ചിന്തിച്ചാൽ മതിയല്ലേ? ഇവിടെ നോക്കൂ, ഈ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പെൺകുട്ടി പറഞ്ഞതിൽ അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള തെളിവ് വെച്ചിട്ടാണ് പെൺകുട്ടി സംസാരിച്ചത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ വർഗീയത തുപ്പുന്നത്? ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.